ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അനുപമ പരമേശ്വരനെ നിങ്ങൾക്കറിയാലോ, അതായത് ഈ പ്രേമ മൂവിയിലൊക്കെ അഭിനയിച്ച കുട്ടിയായിരുന്നു. കഴിഞ്ഞ ദിവസം ധന്യ വർമ്മയുടെ ചാനലിൽ ഈ അനുപമയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് തുടർന്ന് കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ അനുപമ എന്ന് പറയുന്ന കുട്ടി ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. ആ ആൾക്ക് ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. You can find they have no self-worth. They are like empty vessel basically. So avarku basically വേണ്ടത് control ആണ്, because they have nothing. They want a validation about themselves constantly. They are attention seekers. They need validation to survive. അതാണ് അവരുടെ സപ്ലൈ. So now നമുക്ക് വിചാരിക്കാം, അപ്പോൾ then they can find a girl who is like പാവമായിട്ടുള്ള പറഞ്ഞത് കേൾക്കുന്ന പെൺകുട്ടിയെ. No. The opposite poles attract. They attract someone who is extremely different from that. Okay. By extremely confident ആയിട്ടുള്ള, independent ആയിട്ടുള്ള, a person who feels extremely secure. അങ്ങനത്തെ ഒരാൾക്കാരെ they target them. And they try to observe them. They kind of mirror them. And then നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരാളോട് പറഞ്ഞ് കൺവീൻസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ എത്രത്തോളം സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന്. അതേ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവേയില്ല നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. ശരിക്കും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ അതേപോലെ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു തവണ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് റിലേഷൻഷിപ്പിലായാൽ അല്ലെങ്കിൽ മാരേജ് ചെയ്താലോ പിന്നെ നമുക്ക് തിരിച്ചു വരാനാകാത്ത രീതിയിൽ അവർ നമ്മളെ ശ്വാസം മുട്ടിക്കും. ചിലപ്പോൾ നമുക്ക് ഈ ലോകത്തെ ഏറ്റവും അധികം നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തി ആ വ്യക്തിയാണെന്നൊക്കെ ചിലപ്പോൾ തോന്നും. മറ്റാർക്കും നമ്മളെ ഇതേപോലെ സ്നേഹിക്കാൻ കഴിയില്ല എന്നൊക്കെ നമുക്ക് അങ്ങ് തോന്നും. പക്ഷേ നമ്മളെ വീർപ്പ് മുട്ടിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാനാകാത്ത വിധം ചങ്ങലയിൽ ഇവർ പൂട്ടിയിട്ടിരിക്കുകയാണെന്നുള്ള സിറ്റുവേഷൻ നമ്മൾ അറിയുന്നത് ചിലപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച് എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോഴോ ആയിരിക്കും. ഈ ടോക്സിസിറ്റി എന്ന് പറയുന്നതിൻ്റെ എക്സ്ട്രീം വേർഷൻ. നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും ഉണ്ട് സെയിം ക്യാരക്ടറുള്ളവർ. എന്താണെന്ന് നമുക്ക് അനുപമയുടെ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി ഒന്ന് കാണാം. ഇവിടെ അനുപമ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള പെൺകുട്ടികളെ ആയിരിക്കും ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള, അതേപോലെ നല്ല ബോൾഡ് ആയിട്ടുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് അവരുടെ ഇമോഷൻസ് എല്ലാം മനസ്സിലാക്കി അവരുടെ സെൻസിറ്റീവ് പാർട്ട്, അതായത് ഇപ്പോൾ ഏത് സൈഡിലിട്ട് കൊണ്ടാലാണ്, അല്ലെങ്കിൽ അവരുടെ ചിലപ്പോൾ ഫാമിലി ആയിരിക്കും, ചിലപ്പോൾ എന്താ പറയുക ഫ്രണ്ട്സ് ആയിരിക്കും. ഏത് റിലേഷൻഷിപ്പിലാണ് ഇവർക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ വേദനിക്കുന്നതെല്ലാം ഇവർ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മനസ്സിലാക്കും. അതിനുശേഷം ഇവർ ഓരോന്നായിട്ട് കൺട്രോൾ ചെയ്ത് തുടങ്ങും. അത്യാവശ്യം ബോൾഡായിട്ടുള്ള, അതേപോലെ തന്നെ എന്താ പറയുക അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള പെൺകുട്ടികളാകുമ്പോൾ, അത്യാവശ്യം ഫ്രീഡം ഒക്കെ ഫാമിലിയിൽ നിന്ന് കൊടുത്തിട്ടുള്ള പെൺകുട്ടികളാകുമ്പോൾ അവരെ അനുസരിപ്പിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് അവരുടെ സെൻസിറ്റീവ് പാർട്ട് ഏതാണ്, ചിലപ്പോൾ ഫാമിലിയോ ഫ്രണ്ട്സോ എന്താണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിച്ച് ഇവരുമായിട്ട് റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുക. മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ സെൻസിറ്റീവായിട്ടുള്ള പെൺകുട്ടികളുണ്ടാവും, അതായത് ഇമോഷണലി വീക്കായിട്ടുള്ള പെൺകുട്ടികളുണ്ടാവും. അവരെ ഒന്നും ഇവർ കണ്ടുപിടിക്കില്ല, അല്ലെങ്കിൽ ഇവരുമായിട്ട് റിലേഷൻഷിപ്പിലാവാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. കുറച്ച് ബോൾഡായിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളെയാണ് ഇവർ കൂടുതലും തിരഞ്ഞെടുക്കുന്നത്. അനുപമ എന്ന് പറയുന്ന പെൺകുട്ടി അത്തരത്തിലൊരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ അവരുടെ ഇൻ്റർവ്യൂവിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി ഒന്ന് കാണാം. Charming, very very charming kind of people. So in the initial days they show a version of that to you and they identify your weakness. Appo generally they target empaths who has a lot of empathy. Appo ende oru vishayathil ennu vechayna I'm an empath. അവർ നമ്മുടെ ബേസിക് നേച്ചേഴ്സിനെ ഒബ്സർവ് ചെയ്ത് they try to kind of mirror us. അതായത് നമ്മുടെ വാല്യൂസും അവരുടെ വാല്യൂസും ഏകദേശം ഒരേപോലെയാണ്. ലൈക്ക് ഇപ്പം ഞാൻ ഒരു കുറേ ട്രോമകളിലൂടെ കടന്നു പോയതാണ്. അപ്പോൾ ദേ വിൽ ഓൾസോ ലൈക്ക് സ്ലോലി സ്റ്റാർട്ട് ഓപ്പണിംഗ് അപ്പ് അബൌട്ട് ദിയർ ട്രോമാസ് ആൻഡ് വാട്ട് എവർ ദേ വെന്റ് ത്രൂ. സോ വി സ്റ്റാർട്ട് കൈൻഡ് ഓഫ് ഫീലിംഗ് ഒരു എംപത്തി, ഒരു സിമ്പത്തി, കണക്ഷൻ തോന്നും. ദെൻ വി സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് us. അപ്പോൾ ദിസ് പേഴ്സൺ വുഡ് വാണ്ട് ടു നോ മോർ അബൌട്ട് us. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇന്നേ വരെ ഒരാളും ചോദിക്കാത്ത അത്ര ഇൻഫർമേഷൻസ് നമ്മളെക്കുറിച്ച് ചോദിക്കുകയും നമ്മൾ അത്രയധികം ഡീപ്ലി മനസ്സിലാക്കുന്ന സമയത്ത് വാട്ട് വി സൈക്കോളജിക്കലി ഫീൽ ഇസ് ദാറ്റ് ഇറ്റ്സ് എ ട്വിൻ ഫ്ലെയിം. ലൈക്ക് വൾണറബിൾ ആവുകയാണ്, നമ്മൾ എക്സ്ട്രീംലി വൾണറബിൾ ആവുകയാണ്. ആൻഡ് ദിസ് ലവ് ഫീൽസ് സോ റൈറ്റ്. ദേ ആർ വെരി വെരി കൺവിൻസിങ് വിത്ത് ദിയർ പെർഫോമൻസ് ദാറ്റ് ഇറ്റ് ഫീൽസ് സോ റൈറ്റ് that you get so connected to the person that you feel like എൻ്റെ അച്ഛനും അമ്മയും പോയിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരാൾക്ക് പോലും എന്നെ ഇത്ര മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല.
അതെ, അതായത് ഇവരുടെ പ്രോബ്ലംസ് സെയിം, അതേപോലെ സെയിം ഇമോഷൻസ്, സെയിം ക്യാരക്ടർ, നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാകുന്ന ആൾക്കാരൊക്കെ നോക്കുന്നത് അങ്ങനെയുള്ള ക്യാരക്ടറുള്ള പെൺകുട്ടികളെയാണ്. ഇവരുമായിട്ട് ഏകദേശം ക്യാരക്ടർ ആയിക്കോട്ടെ, ഇവരുടെ സ്വഭാവം ആയിക്കോട്ടെ, അതേപോലെ പേഴ്സണാലിറ്റി ആയിക്കോട്ടെ, എല്ലാം അടുത്ത് നിൽക്കുന്നവരാകുമ്പോൾ കുറച്ചുകൂടി മാച്ച് ആവുന്ന രീതി ഇവർക്ക് പെട്ടെന്ന് തന്നെ റിലേഷൻഷിപ്പിലാവാമല്ലോ. അതിനുശേഷം സെൻസിറ്റീവായിട്ടുള്ള പാട്ട് കണ്ടുപിടിച്ച് അവിടെ ഓരോരോ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു റിലേഷൻ എക്സാമ്പിൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, ഈ സ്ലീവ്ലെസ്സും അതേപോലെ തന്നെ ക്രോപ്പ് ടോപ്പൊക്കെ ഇട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളാണ് ഇപ്പോഴുള്ളവരെല്ലാം അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള. അപ്പം അങ്ങനെയുള്ളവരെ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ളവരായിരിക്കും, ഫാമിലിയേക്കാൾ കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ളത് ഫ്രണ്ട്സിനോടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഇവരാദ്യം തന്നെ ഇവരുടെ കുറേ സെൻസിറ്റീവായിട്ടുള്ള പാട്ടെന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ അവർക്ക് അവരുടേതായിട്ടുള്ള ബോൾഡ്നെസ്സും അതേപോലെ ഡ്രസ്സിങ് സ്റ്റൈലും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരാദ്യം തന്നെ പറയുന്നത് നിങ്ങൾ ക്രോപ്പ് ടോപ്പ് ഇടണ്ട, അല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വേണ്ട, അവരുമായിട്ട് മിണ്ടണ്ട. ചിലപ്പോൾ ഇവർ പോലും അറിയാതെ ഇവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് ഇവരെ അകറ്റിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇവരറിയുന്നത് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു, അന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് അകലാൻ കാരണം ഇവരാണ് എന്ന് നമ്മൾ അറിയുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. എന്തായാലും നമുക്ക് വീഡിയോയുടെ ബാക്കി ഭാഗം കൂടി കാണാം. ഈ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയില്ലേ, എൻ്റെ ഏറ്റവും വലിയ പ്രൈഡായിരുന്നു ഹൗ പ്രൊഫഷണൽ ഐ ആം ആസ് എൻ ആക്ടർ. 2 വർഷം ഇത്രയും ഒരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു ആക്ടറിനെ കണ്ടിട്ടേ ഉണ്ടാവില്ല. ഐ ബിക്കം ദാറ്റ് അൺബിലീവബിൾ. അതായത് ഞാൻ ഭയങ്കര പങ്ക്ച്വലാണ്, ഞാൻ ഭയങ്കര പ്രൊഫഷണലാണ്, എനിക്ക് വർക്കിനോട് ഭയങ്കര പാഷനായിരുന്നു. എവറി പാർട്ട് ഓഫ് മീ വാസ് ഡെഡ്. I stopped looking at people, I stopped looking into their eyes, I stopped smiling. I even stopped touching my own brother. പേടിച്ചിട്ട് because of fear. Of the consequences of the anger. Yes, the consequences. So you're clearly walking on eggshells, and when you are walking on eggshells, everyone around you, your family, your staff, everyone, കാരണം എൻ്റെ മൂഡ് ഒരാളുടെ മൂഡിനെ ബേസ് ചെയ്തിരിക്കും. If that person is extremely happy, I am very happy. If that person is extremely sad, I am sad. I am stressed. You understand? കുറച്ചൊരു മുഖത്തിലൊരു മാറ്റം വന്നാൽ മതി, I am stressed. എൻ്റെ സ്ട്രെസ് ഉണ്ടെങ്കിൽ reverse, everyone, family is affected, staff is affected, entire location is affected. We had to stop shooting so many times because I have a mental breakdown and I'll go into the vanity and the makeup ഒക്കെ ഒലിച്ച് പോകും. Again we have to. എനിക്ക് എന്തൊരു വൾണറബിൾ സിറ്റുവേഷൻ ആണ്. അതായത് നമ്മളൊരു ഡ്രസ്സ് ഇടണമെങ്കിലോ, നമ്മളൊരു ഫുഡ് കഴിക്കണമെങ്കിലോ, നമ്മളൊരു ഡ്രസ്സ് ഇട്ട് ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യണമെങ്കിലോ നമുക്ക് മറ്റൊരാളുടെ അനുവാദം വേണം. എന്തൊരു ചീപ്പ് ആൻഡ് അൺസെക്യൂർഡ് സിറ്റുവേഷനാണ്. ആ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന ഒരാൾക്ക് മാത്രമേ അയാൾ അനുഭവിച്ചത് എത്രത്തോളം ആണെന്ന് മനസ്സിലാവൂ. അതായത് നാം അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെ നമുക്ക് കെട്ടുകഥകളാണെന്ന് നമ്മൾ എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം അവർക്ക് ഒരുപാട് അവരുടെ കരിയർ, അതുപോലെ പാഷൻ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബട്ട് അവർ പഴയതിലും എനർജറ്റിക്കായിട്ട് അത് ഉപേക്ഷിച്ചുകൊണ്ട് തിരികെ വന്നു. ആ കാര്യത്തിൽ നമുക്ക് അനുപമേനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം 2 വർഷം ഈ ഒരു റിലേഷൻഷിപ്പിലായിരുന്ന അവർ അത് കട്ട് ചെയ്ത് അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട പാഷനും അതേപോലെ ജീവിതവും ആസ്വദിക്കാൻ തുടങ്ങി. ജീവിതം ഒന്നേ ഉള്ളൂ, അത് മനോഹരമായിട്ട് ജീവിച്ചു തീർക്കുക, ആസ്വദിച്ച് നമുക്ക് ഇഷ്ടമുള്ള നമ്മളെ മനസ്സിലാക്കുന്ന മനുഷ്യരോടൊപ്പം. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റിൽ ഇടുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.